ഒരു മോനെ ഇട്ടിട്ട് അങ്ങനെ സൂസൈഡ് ചെയ്യണമെങ്കിൽ അതിലെന്തൊക്കെയോ ഉണ്ട്. ഞാൻ ഇതുപോലെ എന്തോ കണ്ടിട്ട് ഞാൻ കളഞ്ഞു. ഞാൻ ഒരു ആഷ് കളർ കുറച്ച് മീൻസ് ഈ പൊടിച്ചിടണ ഒരു ഇല ക്ലീൻ ആക്കുമ്പോൾ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചു വിടുമ്പോഴാണ് ഈ ബാക്കിൽ കൂടെ മീൻസ് കുപ്പി ഒലിച്ചു പോകും. അപ്പോഴാണ് ഞാൻ സംഭവം കാണുന്നത്. പക്ഷെ ഈയിടെയായിട്ട് ഞാനത് കണ്ടാലും ഞാൻ മിണ്ടാറില്ല. എന്നെ നിങ്ങൾക്ക് ഭയമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട്, അതായത് ആ ഒരു മെഹനാസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അറിഫ, അല്ലെങ്കിൽ സഫ, അല്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ട്, അതുപോലെ അല്ലു എന്ന് പറഞ്ഞിട്ടും പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇതിലൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ റിഫ മെഹനു എന്ന് പറയുന്ന കേസ് ആദ്യ സമയത്ത് വരുന്ന സമയത്ത് നമ്മൾ കുറേ വീഡിയോസൊക്കെ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഖാദർ കരിപ്പൊടിയായിരുന്നു അന്നതിന് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തതും അതേപോലെ ഇതിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും. അന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോഴടക്കം ഈ ഒരു സിറ്റുവേഷനിലടക്കം ആ ഒരു റിഫയ്ക്ക് എന്താണ് സംഭവിച്ചത്, അന്നവിടെ റൂമിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ നല്ല രീതിയിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ആ കേസ് ഒന്ന് തെളിയാൻ വേണ്ടിയിട്ട്, അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാതെ ഞാൻ ആദ്യം പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. റിഫ മെഹനുൻ്റെ കേസിൽ നമ്മൾ കൂടുതലായിട്ട് വീഡിയോ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പബ്ലിക് കേരള എന്ന് പറയുന്ന അവർ ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു ചാനലിൽ തന്നെ ഖാദർ കരിപ്പൊടി 2 ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു, പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു പാർട്ട് 2 ഇത് ഇങ്ങനെ 2 വീഡിയോസ് ഇങ്ങനെ കാണുന്ന സമയത്ത് ചില കാര്യങ്ങൾ, ചില ബൈറ്റുകൾ, ചില ക്ലിപ്പുകളൊക്കെ നിങ്ങളും കാണേണ്ടിയിരിക്കുന്ന ക്ലിപ്പുകളൊക്കെ ഉണ്ട്. ആ ഒരു ക്ലിപ്പ് മാത്രമായിട്ട് ഇതിൽ ഞാൻ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മാത്രമല്ല ഈ സഫ എന്ന് പറയുന്ന, ഇപ്പോൾ മൊത്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടാത്ത ആൾക്കാർക്ക് ഒരു ചെറിയൊരു ബ്രീഫ്ലി, എന്നാൽ എക്സ്പ്ലെയിൻ മൊത്തമായിട്ടല്ല, ചെറിയൊരു വിഷയം ഞാൻ അവതരിപ്പിച്ച് തരാം. അതായത് മെഹനാസ് എന്ന് പറയുന്ന വ്യക്തി ആദ്യം തന്നെ ഒരു കുറ്റവാളി എന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഒരു കേസുമൊക്കെ ആയിട്ടാണുള്ളത്. അതായത് റിഫ എന്ന് പറയുന്ന തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി, അല്ലെങ്കിൽ റിഫ സൂസൈഡ് ചെയ്തതിൻ്റെ പിന്നിൽ മെഹനാസ് എന്ന് പറഞ്ഞ് ആ ഒരു സംഭവം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ റിഫ സൂസൈഡ് ചെയ്തു. അതിനുശേഷം മെഹനാസിൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആളാണ് ഈ സഫ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഈ ഒരു സഫയെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു കുട്ടിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു 2 കൊല്ലത്തോളമായി കല്യാണം കഴിച്ചിട്ട് ഈ സമയത്ത് ഈ സഫ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ മെഹനാസിനെ വിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, മെഹനാസിൻ്റെ മാനസികമായിട്ടുള്ള ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് ഈ സഫ ആ വീട് വിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടി പല വിഷയങ്ങളും, പല ചർച്ചകളും, പല രീതിയിലുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ലല്ലു എന്ന് പറഞ്ഞ്, പിന്നെ ഫസ്മീന, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ബ്രീഫ്ലി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. റിഫ, അതേപോലെ മെഹനാസ്, അതേപോലെ സഫ. അപ്പോൾ ഈ റിഫയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് ഒരു വിശദീകരണം, അല്ലെങ്കിൽ റിഫയ്ക്ക് എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിന് ഒരു സാക്ഷിയായിട്ട് എന്ന് നമ്മുടെ സഫയാണ് ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഉപദ്രവം സഹിച്ചിട്ടുള്ളത്, തുടർന്നിട്ടുള്ള പല ചോദ്യങ്ങളും ഇൻ്റർവ്യൂയിലൊക്കെ ചോദിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പായിട്ട് ഞാനിവിടെ ചെറുതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇട്ട് തരാം. ഖാദർ കരിപ്പൊടി വേണ്ട രീതിയിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഞാൻ ഈ പാർട്ട് 2 കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഖാദർ കരിപ്പൊടിയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ കണ്ട് വളരെ വിഷമത്തോടു കൂടിയാണ് ഈ ഖാദർ കരിപ്പൊടി അവിടെ കാര്യങ്ങൾ പറയുന്നുള്ളത്. റിഫാൻ്റെ ഉപ്പയെ കുറിച്ചിട്ടാണെങ്കിലും ആ കുട്ടിയെ കുറിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ അടുത്തായിട്ട് മെഹനാസ് ഒരു സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ 2 ആൾ പിരിഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ഖാദർ കരിപ്പൊടി അതിനെ അന്വേഷിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ആ മെഹനാസ് അതിന്, നമ്മൾ അങ്ങനെയല്ല വീഡിയോ ചെയ്തത്, ഖാദർ കരിപ്പൊടിയെ കുറ്റക്കാരാക്കിയ രീതിയിൽ അവിടെ മെഹനാസും സഫയും ചേർന്ന് ഒരു വീഡിയോ ചെയ്തിട്ട് അതും ഒരു ഒത്തുകളിയാണെന്ന് സഫ അതിനെയും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് പെട്ടെന്ന് തന്നെ തെളിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റിഫയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് അതും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായിട്ടും ചില ക്ലിപ്പുകളൊക്കെ ഞാനിവിടെ നിങ്ങൾക്ക് ബൈറ്റായിട്ട് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട് എന്താണ് തോന്നുന്നത്, ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്,
ഈ ഫസ്മീന പിന്നെ ലല്ലു അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സൊക്കെ ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. റിഫ കേസിലല്ല, മറ്റ് എന്തോ ചർച്ചയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ, അതൊരു മാറ്റർ അല്ല എന്നാണ് അങ്ങനെയല്ല. അതായത് ആ ഒരു വിഷയം ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. മെയിനായിട്ട് നമുക്കിവിടെ റിഫയുടെ കേസാണ്. ആ ഒരു കേസ് തെളിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഖാദർ കരിപ്പടി ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഏതായിട്ടും ചില ക്ലിപ്പുകൾ ഞാനിവിടെ ഇട്ടുതരാം, അതൊന്ന് കണ്ടു നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. മെഹനാസുള്ള മുറിക്കകത്തേക്ക് എത്തുന്നു. താഴെ നിന്ന് മെഹനാസിനെ കോൺടാക്ട് ചെയ്യുന്നു, മെഹനാസിനെ വിളിക്കുന്നു, റൂമിലേക്ക് കയറുന്ന റിഫ. അതുവരെ റിഫ സന്തോഷവതിയായിരുന്നു. ഈ മെഹനാസിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ, ഞാൻ അറിഞ്ഞപ്പോൾ മെഹനാസ് നല്ല പോലെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്. അതായത് നോർമൽ ലഹരിയല്ല, മറിച്ച് ലഹരി കച്ചവടം അടക്കം നടത്തിയിരുന്ന, കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടുള്ള കച്ചവടങ്ങളിൽ ഇൻവോൾവ് ആയിരുന്ന ഒരാളാണ് മെഹനാസ്. അപ്പോൾ ലഹരിയുമായിട്ട് കൃത്യമായി നിൽക്കുന്ന ഒരാൾ, അയാൾ ലഹരി ഉപയോഗിക്കാറില്ലേ രാത്രി കാലങ്ങളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയും. രാത്രി ഈ സമയങ്ങളിൽ നമ്മൾ മാറി മാറിയാണ് കിടക്കാറ്. ഞാൻ കുട്ടി ഒറ്റക്ക് റൂമിൽ, മേനു പൂവർ ഓടിച്ച് രാത്രി വരുന്നുണ്ടെങ്കിൽ തന്നെ മേനു ഹോളിലാണ് കിടക്കാറ്. കാരണം കുട്ടി എണീക്കും, മേനു രാത്രി ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ എണീക്കണോണ്ട് ഞങ്ങൾ മാറി മാറി കിടക്കാറ്. അതുകൊണ്ട് രാത്രിയത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഫോണിൽ നോക്കിയിരിക്കാറുണ്ട് ഒരു സമയം വരെ. നല്ല ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറങ്ങാറ്. സത്യം പറയും. ഇയാൾ ലഹരി ഉപയോഗിക്കും, കള്ളു കുടിക്കാറുണ്ടോ മെഹനാസ്? കുടിക്കാറുണ്ടോ വെച്ചാൽ കുടിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കും ടെൻഷൻ വരുമ്പോൾ. അപ്പം ഇടയ്ക്ക് ഞാൻ സമ്മതിക്കും, ഓക്കെ കുഴപ്പമില്ല എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കാണ്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. ചോദിക്കാതെ എങ്ങനെ ചെയ്യുന്നതാണ് അർത്ഥം? കുറെ കുടിക്കുവാള് ഈ ടോയ്ലറ്റിലൊക്കെ ഒളിപ്പിച്ച് വെക്കും. അപ്പോൾ മീൻസ് ഒരു ഈ കുപ്പിയില്ലേ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലുണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ, ആ ഒരു സാധനത്തിൽ ഉണ്ടാവാറുണ്ട് മിക്കപ്പോഴും ആ ഒരു കുപ്പി. ഞാനപ്പോൾ ടോയ്ലറ്റ് ക്ലീൻ ആക്കുമ്പോൾ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചു വിടുമ്പോഴാണ് ഈ ബാക്കിൽ കൂടെ മീൻസ് കുപ്പി ഒലിച്ചു പോകും. അപ്പോഴാണ് ഞാൻ സംഭവം കാണുന്നത്. പക്ഷേ ഈയിടെയായിട്ട് ഞാനത് കണ്ടാലും ഞാൻ മിണ്ടാറില്ല. മീൻസ് അതെനിക്കിപ്പോൾ ശീലമായിപ്പോയി. ഒരുപാട് ഞാൻ അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ മാനുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്തും അവിടെ നിന്ന് കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗർഭിണിയായപ്പോൾ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്മെല്ല് പറ്റുന്നില്ല എന്ന്. പക്ഷെ അപ്പോഴൊക്കെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ അത് കണ്ടാലും ഞാൻ വിടാറാണ്. എന്തെങ്കിലും ചെയ്തോട്ടെ, എന്തെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള ഒരു ഇതിലായിപ്പോയി ഞാൻ കുറേ ശേഷം. കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട്. എനിക്ക് സത്യം പറയും ഈ ഒരു ഐറ്റംസ് അറിയില്ല. ഈ കൂൾ ഉപയോഗിക്കും. അത് തന്നെ ഞാൻ മാരേജ് കഴിഞ്ഞ് കുറച്ച് നാളായപ്പോൾ മാൻ യൂസ് ആക്കുന്നുണ്ടെന്ന് കാണും തന്നെ. ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഫസ്റ്റ് ഇതിന് വേറൊരു പേരിലാണ് യൂസ് ചെയ്യാറ്. ആരെങ്കിലും വിളിക്കുമ്പോഴൊക്കെ ഇതുണ്ടോ എന്ന് ചോദിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവങ്ങൾ അറിയില്ല. കുറച്ച് പൊടി പോലെ എന്തെങ്കിലും കണ്ടാൽ തന്നെ ഞാൻ ചോദിക്കുമ്പോൾ എന്നെ ചീത്ത പറയാറ്. ഒരു വട്ടം ഞാൻ ഇതുപോലെ എന്തോ കണ്ടിട്ട് ഞാൻ കളഞ്ഞു. ഞാൻ ഒരു ആഷ് കളർ കുറച്ച് മീൻസ് ഈ പൊടിച്ചിടണ ഒരു ഇല അങ്ങനത്തെ എന്തോ ഒരു സാധനം ഞാൻ ഒരു പാക്കറ്റ് പോലെ കണ്ട സമയത്ത് ഞാൻ എടുത്ത് കളഞ്ഞു. ഞാൻ ടെറസിലേക്ക് എടുത്ത് കളഞ്ഞ സമയത്ത് തന്നെ ചീത്ത പറഞ്ഞു. അത് എന്റെ അല്ല, അതെന്റെ ഫ്രണ്ടിന്റെ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇത് കണ്ടാലും ഇതൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് ഈ കുപ്പി അറിയും, ഇപ്പൊ കൂളറിയും എന്നല്ലാണ്ട് സിഗരറ്റ് അറിയുന്നല്ലാണ്ട് ഈ ഒരു അതുപോലത്തെ ഒരു ആഷ് കളർ ഒരു കഞ്ചാവാണോ എന്ന് അറിയില്ല. ഇത്തരം ഇയാൾക്ക് ഇങ്ങനെ ഒരു ലഹരി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന മാനാസ് തന്നെ നിങ്ങൾ ഇപ്പൊ ലൈഫിലേക്ക് വിളിക്കാണോ? മാനാസിന്റെ ഐഡിയ ആണോ? കുറെ റീൽസ് അയക്കുന്നുണ്ട് സങ്കടത്തിന്റെ. ഇങ്ങനെയൊന്നുമില്ല, എന്റെ മോനാകറ്റല്ലോ പ്ലീസ്, അത് മാത്രമേ അപേക്ഷിക്കുന്നുള്ളൂ. ഞാൻ എല്ലാവരോടും ഡിലീറ്റ് ആക്കാൻ പറഞ്ഞത്. ഇത് എന്തെങ്കിലും നിങ്ങൾ തിരിച്ചു വിളിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും വോയിസ് ക്ലിപ്പ് ഉണ്ടോ? നിങ്ങൾ നേരത്തെ വന്നപ്പോൾ പറഞ്ഞത് എന്താ കേൾപ്പിച്ചേ? ഞാൻ എന്നിട്ട് രണ്ടാമത്തെ സ്റ്റോറി ഇട്ടിനി ഞാൻ അവളോട് ചോദിക്കണെങ്കിൽ നമുക്ക് ഇത് ഞാൻ അയച്ചു കൊടുത്തല്ല നിങ്ങളെ പ്ലേ ചെയ്ത് ഒന്നുകൂടി വോയിസ് പ്ലേ ചെയ്തിട്ട് ഒന്ന് സ്ക്രീനിലേക്ക് കാണിച്ചു. സ്ക്രീനിലേക്ക് ഇത് ഞാൻ അയച്ചു കൊടുത്തല്ല അവൾ എനിക്ക് അയച്ചെന്ന കാര്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഓൾഡ് കാര്യമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്നിട്ട് നോക്ക് നീ എന്നെ, നീ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തല്ലേ, നീ ഓരോന്ന് ഇങ്ങനെ എന്നെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ അറിയാണ്ട് ഓരോ തെറ്റ് പറ്റിപ്പോയി സപ്പോ ഒളിച്ചോടി എന്നൊക്കെ പറയണോ എന്നാ ഞാൻ അങ്ങോട്ടാ ചോദിക്കുന്നത്. നീ വെറുതെ തന്നെ ഇതൊന്നും ഇടല്ലേ നീ പുറത്ത് പ്ലീസ്. നിന്നെ നമുക്ക് വല്ലാത്ത മിസ്സിങ്. ഒളിച്ചോടി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊരു സ്റ്റോറി ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒളിച്ചോടിന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എവിടെയാണ് ഒളിച്ചോടി എന്ന് പറഞ്ഞത്? മാനാസ് ഇപ്പൊ ഞാനും ഈ കാണുന്ന പ്രേക്ഷകരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് മണ്ടന്മാരാണോ? നീ എന്റെ ജീവൻ സഫു സ്നേഹിച്ചിട്ടേ ഉള്ളൂ, നിന്നെ മാപ്പ് താ പൊന്നു എന്നിപ്പോ നിങ്ങക്ക് മാനാസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഇതേ മാനാസ് അല്ല നീ ഒളിച്ചോടി എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയാം സഫ, സത്യത്തിൽ നിങ്ങൾ ഞങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കണം. അല്ല ഈ എന്ത് ആക്ച്വലി സംഭവിച്ചുകൊണ്ടുള്ളത്? മാനാസ് ഒരു സൈഡിൽ നീ ഒളിച്ചോടി എന്ന് പറയുന്നു, അതേ മാനാസ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചു. ഇതാണ് മാനുവിന്റെ ക്യാരക്ടർ.
അത് മിനിയാന്ന് വരെ ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത് നിനക്ക് അറിയാവുന്നതല്ലേ മാനുവിന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിയാം. എനിക്ക് മാനുവിനെ മാത്രമല്ല നിങ്ങൾ അടങ്ങുന്ന ആൾക്കാർ ഞങ്ങളെ പൊട്ടന്മാരാക്കുവാണോ? അത് നമ്മുടെ ഈ ലൈഫിൽ ലല്ലു എന്ന് പറയുന്ന ആള് നിങ്ങളുടെ കൂടെ ഇല്ലേ? ഇപ്പൊ നിങ്ങളുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കോണ്ടാക്ട് ഉണ്ട്. ഏത് രീതിയിലുള്ള കോണ്ടാക്ട് ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു? ഇല്ല, നോർമലി നമ്മള് കേസും കാര്യങ്ങളൊക്കെ സംസാരിക്കും, അങ്ങനെ ഒരു ഈ നേരത്തെ ഞാൻ പറഞ്ഞ കേസ് കാര്യങ്ങൾ പറയാൻ വക്കീലല്ലോ. ഇല്ല, ഫുൾ ടൈം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ എന്റെ രാത്രി എപ്പോൾ വിളിച്ചാൽ അവൈലബിൾ ആണ്. ഇതുവരെ എന്റെ ഫോൺ ബിസി ആയിട്ടില്ലല്ലോ, അങ്ങനെ എനിക്ക് എപ്പോഴും വിളിച്ചോണ്ടിരിക്കാൻ പറ്റും. നേരത്തെ നിങ്ങൾ പറഞ്ഞത് മാനാസ് ഉള്ള സമയത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ഫോൺ അവൈലബിൾ ആണ്? അതെ, ഈ അടുത്ത കാര്യം ഞാൻ പറഞ്ഞത്. ഈ അടുത്ത് ഇങ്ങനെ ഒരു കോൺടാക്ട് ഇപ്പോഴാണല്ലോ നമ്മൾ കോൺടാക്ട് ആയത്. ഒരു പരിചയമില്ലാത്ത ഒരാൾ ഈ രാത്രി കാലങ്ങളിൽ നിങ്ങൾ വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം? ഇപ്പോ നമ്മൾ കമ്പനിയാണ്, ഞാൻ പറഞ്ഞില്ല, എന്റെ വണ്ടി ഓടിക്കുന്ന ആള് ഇവന്റെ ഫ്രണ്ടാണ്. വണ്ടി ഓടിക്കുന്ന ആളുടെ ഫ്രണ്ട് അല്ലേ? വണ്ടി ഓടിക്കുന്ന ആളല്ലോ. അല്ല, ഇതില് ഈ ലല്ലുവിന്റെ കേസിൽ എനിക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ ആയിരിക്കും, പക്ഷേ എങ്കിലും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ചോദിക്കാണ്. മെഹനാസ് നിങ്ങൾ ഒളിച്ചോടി പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മെഹനാസ് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കുറെ ഓഡിയോ കേൾപ്പിച്ചു. ഞങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? ഞങ്ങൾ പൊട്ടന്മാരാക്കണം? എനിക്കറിയില്ല, ഞാൻ സത്യം പറയാലോ, ഇത്ര ഒളിച്ചോടി ഇനി എന്നെ പോലത്തെ ഒരു പെണ്ണിനെ വേണ്ട, എന്റെ ഫ്ലാറ്റിൽ കുറച്ച് ടിഷ്യൂ പോലത്തെ സംഭവം കണ്ടിട്ട് വേറൊരു ഐറ്റം തുടച്ച ടിഷ്യൂ ആണ്, എന്റെ ഇന്നർവ്യൂസ് അവിടെ കിടന്ന് അതൊക്കെ വലിച്ചു വാരി ഇതൊക്കെയാണ് കണ്ടിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ എന്റെ പുറകെ പോന്നെ? ഞാൻ വേണം, എന്റെ ഓഡിയോയും കാര്യങ്ങളും ഉണ്ട്. അതായത് നിങ്ങളിപ്പോ പറയുന്നത് മെഹനാസ് ഒളിച്ചോടി പോയി. പിന്നെ അതേപോലെ പറയേണ്ട മറ്റൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ നിങ്ങൾ ഇൻ്റർവ്യൂ രണ്ടും കാണേണ്ട വീഡിയോ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ടും 2 പാർട്ടും നിങ്ങൾ കാണേണ്ട വീഡിയോ ആണ്. പബ്ലിക് കേരള എന്ന് പറയുന്ന ഒഫീഷ്യൽ ആ ഒരു ചാനലിൽ തന്നെ ഇത് രണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ആദ്യമായിട്ട് ഒന്ന് കേട്ട് നോക്കുക, മുഴുവനായിട്ടും കേൾക്കുക. ഇവിടെ ഞാൻ കുറച്ച് ബൈറ്റ് മാത്രമേ പ്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മുഴുവനായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല റിഫയുടെ ഖബർ ജീവിതം അള്ളാഹു സ്വർഗത്തോമ്പ പുതവനമാക്കി കൊടുക്കുമാറാകട്ടെ. മാത്രമല്ല എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വിട്ടുപുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.